അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണ മേഖലയിൽ ഗർഡർ വീണ അപകടമുണ്ടായിരിക്കുന്നു. ഒരാൾ മരിച്ചു എന്നാണ് വിവരം. പിക്കപ്പ് വാനിന് മുകളിലേക്കാണ് ഒരു ഗർഡർ വീണത്. പിക്കപ്പ് വാനിന്റെ ഡ്രൈവറാണ് മരിച്ചത്. രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രഘു, ഒരു അപകട വാർത്തയിലേക്കാണ് ആദ്യം പോകുന്നത്. എപ്പോഴായിരുന്നു സംഭവം? പൂജ പുലർച്ചെ 3 മണിയോടുകൂടിയാണ് അപകടമുണ്ടായത്. എറണാകുളത്ത് നിന്ന് അടൂർ ഭാഗത്തേക്ക്, പത്തനംതിട്ട ഭാഗത്തേക്ക് മുട്ടയുമായി പോയ ചെറിയ പിക്കപ്പ് വാനിന് മുകളിലേക്ക് ഗർഡർ വീഴുകയായിരുന്നു. നമുക്കറിയാവുന്നതുപോലെ തന്നെ രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ ഉയരപ്പാതയുടെ നിർമ്മാണമാണ് തുറവൂർ മുതൽ അരൂർ വരെ നടക്കുന്നത്. ഏകദേശം 12 കിലോമീറ്ററോളം ദൂരമുണ്ട്. അവിടെ ഗർഡർ പിടിപ്പിക്കുന്ന ജോലി നടക്കുകയായിരുന്നു. ദേശീയപാത ആയതുകൊണ്ട് അങ്ങനെ ഒരു ഗതാഗത നിയന്ത്രണങ്ങളൊന്നും ഏർപ്പെടുത്താറില്ല കാര്യമായുള്ള രീതിയിൽ. അങ്ങനെ ഗർഡർ പിടിപ്പിച്ചുകൊണ്ടിരുന്ന ഗർഡർ ജാക്കി തെറ്റി ഈ പിക്കപ്പ് വാന് മുകളിലേക്ക് വീഴുകയായിരുന്നു. ആ വാഹനത്തിൽ ഡ്രൈവർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒരു ഗർഡർ ആ വാഹനത്തിന് പോകാൻ പറ്റാത്ത രീതിയിൽ പെട്ടെന്ന് ഗർഡർ താഴേക്ക് പതിക്കുകയായിരുന്നു. ക്യാബിനുള്ളിൽ ഡ്രൈവർ ഇപ്പോഴും ഉണ്ട്. അദ്ദേഹത്തെ പുറത്തെടുക്കാനുള്ള ജോലികൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കാർ ഡ്രൈവറായ അനീഷ് പത്തനംതിട്ട സ്വദേശിയാണോ പള്ളിപ്പാട് സ്വദേശിയാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അനീഷ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. മരണം സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ ദൃക്സാക്ഷികളൊക്കെ പറയുന്നത് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഡ്രൈവർ മരിച്ചു. ഔദ്യോഗികമായ മരണം സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഡ്രൈവർ മരിച്ചു എന്നുള്ളതാണ് ദൃക്സാക്ഷികളടക്കം പറയുന്നത്. ഈ ഗർഡർ മാറ്റി, നമുക്ക് ഗർഡർ എന്ന് പറയുമ്പോൾ അത് നേരിട്ട് കണ്ടിട്ടില്ലാത്തവർക്ക് അതിന്റെ ഒരു ഭീമമായ വലിപ്പം ഊഹിക്കാൻ പറ്റത്തില്ല. ഏകദേശം ഒരു 50 മീറ്ററിനടുത്ത് നീളവും അത്രയധികം ഭാരവുമുള്ള വലിയ കോൺക്രീറ്റ് ഗർഡറാണ്. അത് ഉയർത്തു മാറ്റുക എന്നുള്ളത് ശ്രമകരമായ ജോലിയാണ്. പക്ഷേ ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള വാഹനങ്ങൾ അവിടെ ഉള്ളതുകൊണ്ട് വേഗത്തിൽ അത് എടുത്തു മാറ്റാൻ വേണ്ടി കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഉള്ളത്. ഈ ഉയരപാത നിർമ്മാണം, ദേശീയപാത നിർമ്മാണം ആരംഭിച്ചതിനു ശേഷം ഏറ്റവും കുറഞ്ഞത് 50 പേരെങ്കിലും ഈ ഉയരപാത നിർമ്മാണ മേഖലയിൽ മരിച്ചിട്ടുണ്ട്. നമ്മൾ തന്നെ കഴിഞ്ഞ മാസം വാർത്ത നൽകിയിരുന്നു. പലപ്പോഴും ഈ അശ്രദ്ധയാണ് പ്രധാനമായും അപകടത്തിന്റെ ഒരു കാരണം. ഈ കരാർ ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രധാനമായും ഉത്തരേന്ത്യൻ അല്ലെങ്കിൽ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളാണ്. അവർക്ക് ഭാഷ ഒന്നും കാര്യമായ രീതിയിൽ അറിയില്ല എന്ന് മാത്രവുമല്ല, നമ്മുടെ നാട്ടിൽ പൊതുവെ ഇത്തരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തുമ്പോൾ സ്വീകരിക്കാറുള്ള യാതൊരു വിധമായ മുൻകരുതലുകളൊന്നും കാര്യമായ രീതിയിൽ ഇവർ സ്വീകരിക്കുന്നില്ല എന്ന് നേരത്തെ തന്നെ പരാതി ഉയർന്നിട്ടുള്ളതാണ്. MP അടക്കം പലതവണ അപകടങ്ങൾ കൂടിയ സമയത്ത് MP അടക്കം പലതവണ യോഗങ്ങൾ വിളിച്ച് ഇക്കാര്യത്തിലൊക്കെ കൂടുതൽ ശ്രദ്ധ വേണമെന്ന് കരാർ കമ്പനിയോടും ദേശീയപാത അതോറിറ്റിയോടും ഒക്കെ പലതവണ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ അതൊന്നും ശരിയായ രീതിയിൽ നടത്തുന്നില്ല എന്നുള്ളതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ്. അദ്ദേഹം ഒരു ഉപജീവന മാർഗവുമായി പോയിട്ടുള്ള ആളാണ്. എറണാകുളത്ത് നിന്ന് മുട്ടയെടുത്ത് പത്തനംതിട്ടയിൽ കൊണ്ടുപോയി കൊടുക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി വന്നതാണ്. ഒരു രീതിയിലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു അപകടമാണ്. ശരിയാണ്, ദാരുണമായ അപകടമാണ്. രഘു, ഇത് കൃത്യമായിട്ടുള്ള രീതിയിൽ കൈകാര്യം ചെയ്യപ്പെടേണ്ടതായിരുന്നല്ലോ. അപ്പോൾ അശ്രദ്ധയാണോ ഇങ്ങനെ ഒരു വലിയൊരു അപകടത്തിലേക്ക് വഴിവെച്ചത്? കൃത്യമായിട്ട് എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് അവിടെയുള്ള ദൃക്സാക്ഷികളോ അവിടെ നിർമ്മാണം ആ മേഖലയിരുന്ന ആൾക്കാരോ ഒക്കെ പറയുന്നുണ്ടോ? ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ അവിടെ മുകളിൽ ഗർഡർ ഉറപ്പിക്കുന്ന ജോലിയായിരുന്നു നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ ജാക്കിയാണ്. ഞാൻ ഗർഡറിന്റെ ഒരു വലിപ്പം ഏകദേശം 50 മീറ്ററിനടുത്ത് നീളവും അത്ര വലിയ ഒരു കോൺക്രീറ്റിന്റെ ഒരു ഗർഡറാണ് ഉള്ളത്. വലിയ ഭാരമുള്ളൊരു ഗർഡറാണ്. ഗർഡറിന് സ്വാഭാവികത്തിന് അത്ര വലിയ ഭാരമുണ്ട്. അങ്ങനെ അത് ഉറപ്പിക്കുന്ന സമയത്ത് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം, കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉത്തരേന്ത്യയിൽ നിന്നുള്ള കമ്പനികളാണ്. അവർ പൊതുവെ നമ്മൾ ഈ അപകടങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കാൻ ശ്രമിച്ചാൽ അവർ സംസാരിക്കാറില്ല. ബാക്കി ദൃക്സാക്ഷികളിൽ നിന്നൊക്കെ എടുക്കുന്ന വിവരങ്ങളാണ് പലപ്പോഴും ഈ അപകട കാര്യത്തിൽ നൽകാറുള്ളത്. ജാക്കി വെച്ച് അത് ഉറപ്പിക്കുന്ന സമയത്ത് ഗർഡർ താഴേക്ക് പതിക്കുകയായിരുന്നു. ആ സമയത്ത് അതുവഴി വാഹനങ്ങൾ പോകുന്നുണ്ടായിരുന്നു. കാരണം ദേശീയപാത ആയതുകൊണ്ട് അധിക നേരം റോഡുകളൊന്നും അടച്ചെടുത്തില്ല. സ്വാഭാവികമായിട്ടും ഇത്തരം ജോലികൾ കടക്കുന്നു. ഏകദേശം 11-12 കിലോമീറ്ററോളം വലിയൊരു ഉയരപ്പാത നിർമ്മാണമാണ് അവിടെ നടക്കുന്നത്. അതിലൊരു 7 കിലോമീറ്ററോളം നിർമ്മാണം ഏകദേശം പൂർണ്ണാർത്ഥത്തിൽ തീർന്നിട്ടുമുണ്ട്. ബാക്കിയുള്ള ഇടങ്ങൾ, ഈ എരമല്ലൂർ അടക്കമുള്ള ഭാഗങ്ങളിൽ അല്പം മന്ദഗതിയിലായിരുന്നു നിർമ്മാണങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം യോഗം വിളിച്ചത് വേഗത്തിലാക്കണമെന്നുള്ളൊരു നിർദ്ദേശമൊക്കെ നൽകിയിരുന്നു. അതിന്റെ കൂടെ ഭാഗമായിട്ടായിരിക്കാം വേഗത്തിൽ ജോലികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഗർഡർ വലിയ കോൺക്രീറ്റ്
ബീം ഉറപ്പിക്കുന്നതിനിടെ ഈ ജാക്കി തെറ്റി താഴേക്ക് പതിക്കുകയായിരുന്നു. ആ സമയത്താണ് മുട്ടയുമായി ചെറിയ ഈസ് എന്നൊക്കെ പറയുന്നത് പോലത്തെ വാഹനം അതുവഴി കടന്നുപോയത്. അതിന്റെ മുകളിലേക്ക് ഗർഡർ പതിക്കുകയായിരുന്നു.